ആ കടലിൽ ഒഴുക്കിയിട്ട് കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അത് ആ ഒഴുക്കിയ ചില്ലറ നാണയം അതിൻ്റെ ഒരു മുരുട ഓരോ വീട്ടിലും ഓരോരോ പ്രശ്നം. ചിത്താരി കടപ്പുറത്തെ ആള് മാത്രമല്ല, ചേറ്റുകുണ്ട്, ചിത്താരി, പിന്നെ ആഞ്ജനേനെയും കളരി ഭഗവതി അമ്മേനെയും ഒരു ശ്രീകോവിലിന്റെ അകത്ത് പ്രതിഷ്ഠിക്കണം. ഹായ്, വൈശുബ്രമാണ്. എൻ്റെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിത്താരി കടപ്പുറം ശ്രീ കളരി ഭഗവതി ആഞ്ജനേയ മഠത്തിലാണ്. നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അറിയാണ്ട് നമ്മോട് ഇത് പറയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഭാരവാഹികളായ ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഞാൻ ഒരു യൂട്യൂബറാണ്. എനിക്ക് അറിയേണ്ടത് ഈ അമ്പലം ഇവിടെ എങ്ങനെ വന്നു, ഇവിടെ എങ്ങനെ എത്തി, എത്ര വർഷമായി, ചരിത്രവും ഐതിഹ്യവും. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികന്മാർ, പക്ഷേ ഇവർക്കറിയാം, പൂജാരിക്ക് പണ്ട് കളരി ഉണ്ടായിരുന്നു. അപ്പൊ കളരി വന്നതെങ്ങനെയാ വെച്ചാൽ വടകര തലായിലത്തെ ഉണ്ണിക്കുരുക്കളും കോട്ടിക്കുളം കിട്ടംകുരുക്കളും ചിത്താരി കടപ്പുറത്തെ കോരംകുരുക്കളും ഇവർ കൂടിയിട്ടാണ് ഇവിടെ ഒരു കളരി നടത്തിക്കൊണ്ടിരുന്നത്. നടത്തിയിട്ട് കുറേ വർഷം അങ്ങനെ കളരി ഉണ്ടായിരുന്നു. ആ കളരിയുടെ ഇടയിൽ ഈ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ ഈ തലായിലെ ഉണ്ണിക്കുരുക്കൾ ഒരു തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് കുറേ കാലം വന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അയാൾ വരുമ്പോഴേക്ക് ഇവിടെ അതെല്ലാം നിന്നു. അതിൻ്റെ ആ പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്രന്ഥവും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെച്ചത് എന്ന് പറഞ്ഞാൽ കുറേ കാലം അവിടെ വെച്ചു. ആ വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചതിന് ശേഷം അവിടെ രാശിയും കാര്യം വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവിടെ വെക്കൽ ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ ക്രമേണ അത് കടലിലേക്ക് ഒഴുക്കി. ആ കടലിൽ ഒഴുക്കിയിട്ട് കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അത് ആ ഒഴുക്കിയ ചില്ലറ നാണയം അതിൻ്റെ ഒരു മുരുട അതിൻ്റെ ചില ചിത്രപ്പണിയിലെ ഒരു ഫോട്ടോ ഇതെല്ലാം ഇതേ സ്ഥലത്തേക്ക് തന്നെ ഇത് വന്ന് അടിയും. അപ്പോൾ നാട്ടുകാർക്കെല്ലാം കിട്ടി. അപ്പോൾ എന്തെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് കുറേ കാലം കഴിയുമ്പോൾ ഇവിടെ ഓരോ വീട്ടിലും ഓരോരോ പ്രശ്നം, തട്ടി വീഴൽ, കാല് പൊയ്യൽ, കൈ പൊളിയൽ, അങ്ങനെ ഇത് എല്ലാ വീട്ടിലും ഓരോരോ രോഗം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരവരെല്ലാം ഈ അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് അതല്ല രാശിയാണല്ലോ, അങ്ങനെ പ്രശ്നം വെക്കുമ്പോൾ എല്ലായിടത്തുനിന്നും പറഞ്ഞത് ഒരേ കാര്യം, ഇങ്ങനെ സംഭവം ഉണ്ടായി, അത് പിന്നെ നേരെയാക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഒരു രാശി വെച്ചിട്ടായിട്ടാകുമ്പോൾ അന്ന് തന്നെ പിന്നെ ഒരു ആഞ്ജനേയൻ്റെ ഒരു പോക്ക് വരവുണ്ട്, ഒരു അടി നാഥന് സ്ഥിരതയില്ലാതെ ഉണ്ട് എന്നുള്ളത് ഒരു രൂപം കിട്ടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് അതിൻ്റെ തുടക്കം കുറിക്കാതെ അത് അങ്ങനെ നിന്ന് വീണ്ടും രാശി വെച്ചിട്ടായിട്ടാകുമ്പോൾ അത് ആ രാശി ഇവിടെ തന്നെ വെച്ചത് ഒരു തവണ അത് വെച്ച് ഇവിടെ ഒരു പന്തലിട്ടിട്ട് വെച്ച് അവിടെ നിന്ന് വെച്ചിട്ട് അവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഒന്നും നടക്കാതെ ഒരു നമ്മൾ ഇതിന് മുൻകൂട്ടി ഇറങ്ങുന്ന ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി, മുമ്പത്തെ ആദ്യത്തെ സെക്രട്ടറിയാണ്, ഒരു അപകടത്തിൽ മരിച്ചുപോയി. രവീന്ദ്രൻ എല്ലാവരെയും കണ്ട് ഒരു സംഗതി പറഞ്ഞു. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഈ രവീന്ദ്രൻ്റെ കുടുംബവും ഈ ശേഖരൻ എന്ന് പറഞ്ഞൊരു ഒരാൾ കുടുംബവും. ഈ അങ്ങനെ അവര് ഒരു പ്രകൃതിയോ കാര്യമോ ഒന്നും ഇല്ലാത്ത തന്നെ ആ വീട് തനിയെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ എല്ലാവർക്കും ഈടന്നെ തൊട്ട് ഇതിന്റെ ഒന്ന് ഈടന്നെ ഒന്ന് തൊട്ടപ്പുറം അങ്ങനെ എല്ലാ നാട്ടുകാരിലും കൂടിയിട്ട് ഇത് ഒരു അഷ്ടമംഗല പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിയ ഭാസ്കരൻ ജ്യോത്സ്യറും ബാബു ജ്യോത്സ്യറും കൂടിയിട്ട് ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചു. അപ്പോൾ ആ പ്രശ്നത്തിൽ അതിനു മുമ്പേ ഒറ്റരാശിയിൽ ബാലാലയം നമുക്ക് വേണമെന്നു. അങ്ങനെ പിന്നെ അഷ്ടമംഗലം വെച്ചിട്ട് അന്നത്തെ രാശിയിൽ അത് പൂർണ്ണത വന്നിട്ടില്ല. പൂർണ്ണത വന്നു പറഞ്ഞാൽ അവർ വലിയൊരു സംഖ്യയുടെ ഇതാണ് അമ്പലമെന്ന് പറഞ്ഞത്. അതായത് പഞ്ചലോക വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പിന്നെ ആഞ്ജനേനെയും കളരി ഭഗവതി അമ്മേനെയും ഒരു ശ്രീകോവിലിൻ്റെ അകത്ത് പ്രതിഷ്ഠിക്കണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പ്രാരംഭ ഒരുക്കം തുടങ്ങുമ്പോൾ ഇത് തന്ത്രീശ്വരന്മാരുടെ അടുത്ത് പോയാലും ഈ കളരി ഗുരുക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർ പറയുന്നത് ഇത് രണ്ടും ഒന്നിൽ സ്ഥാപിക്കാനേ പറ്റൂല. അങ്ങനെ ഞങ്ങൾ വീണ്ടും രാശി വെച്ചിട്ടാകുമ്പോൾ പറഞ്ഞു വീണ്ടും ഒരു അഷ്ടമംഗലം വെക്കണം. ആ അഷ്ടമംഗലത്തിൽ പയ്യന്നൂർ സദനം നാരായണ പൊതുവാളും വെള്ളിക്കോത്തെ ശ്രീധരൻ ജ്യോത്സ്യറും പണ്ഡിതൻ ജ്യോത്സ്യറും കൂടിയിട്ട് രാശി വെച്ചു. ആ രാശിയിൽ ഏകദേശം ഇങ്ങനെ അപ്പം ഇത് തെളിഞ്ഞതെന്ന് വെച്ചാൽ ആഞ്ജനേയന് എടുപ്പില്ല ഒരു കെട്ടിടം വേണം.
ചരപ്രതിഷ്ഠ മതി. അതായത് തന്ത്രീശ്വരന്റെ പ്രതിഷ്ഠ, ഫോട്ടോ വെച്ചിട്ടില്ല, ചരപ്രതിഷ്ഠ. ബാക്കി ഒന്നും വിഗ്രഹം ഒന്നും വേണ്ട, ചരപ്രതിഷ്ഠ മതി. എൻ്റെ എടുപ്പ് ഗംഭീരമായിരിക്കണം. അതിൻ്റെ അകത്തായിരിക്കണം അമ്മ ഇരിക്കുന്നത്, കളരി ഭഗവതി. അങ്ങനെ കളരി ഭഗവതി ആഞ്ജനേയ അതിൻ്റെ അകത്ത് വേറെ ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ട് കളരി ഭഗവതി അമ്മ വടക്കോട്ട് മുഖമായിട്ടും ആഞ്ജനേയൻ കിഴക്കോട്ട് മുഖമായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ. അത് ഏകദേശം ഞങ്ങളെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഇതിൻ്റെ 2010 10 കമ്മിറ്റി രൂപീകരിച്ചു. അവിടെ നിന്ന് ചെറിയ ഫണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു 100 രൂപ 200 രൂപ കുറി വെച്ച് ചെറുതാണ് അന്ന് തുടങ്ങിയത്. അങ്ങനെ വെച്ച് വലുതാക്കി. പിന്നെ ഒരു 10 രൂപയുടെ ഒരു ലക്കിടിപ്പ് അടിച്ചിട്ട് അതിൽ ഒരു 5 ലക്ഷത്തിലധികം രൂപ പിരിച്ചു. ആ 10 രൂപ 5 ലക്ഷത്തിലധികം രൂപ പിരിച്ചു. അങ്ങനെ പിരിച്ച് ഞങ്ങൾ സെറ്റായിട്ട് ഇരുന്ന് തീരുമാനം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ശില്പിനെ കണ്ടു. ശില്പി മുനിയംകുളം ഭട്ടാണ്, മകേഷ് ഭട്ട്. സുബ്രഹ്മണ്യം അല്ല, മുനിയംകുളം സുബ്രഹ്മണ്യം ഭട്ടാണ്. അങ്ങനെ ഓരോ വന്ന് വരുത്തിച്ച് ഇവിടുത്തെ പ്ലെയിനെല്ലാം ചെയ്തു. അപ്പോൾ ഓറ് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 2-3 പ്ലെയിൻ കാണിച്ചിട്ടാകുമ്പോൾ ഇത് തഞ്ചാവൂർ മോഡൽ. അപ്പോൾ തഞ്ചാവൂർ മോഡൽ ഇരുന്നോട്ട് എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ മോഡൽ ഇവിടെ പണിയാൻ തീരുമാനം എടുത്തു നാട്ടുകാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും. അതായത് 3 കഴകമുണ്ട് ഇവിടെ. ഒന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിന്റെ പ്രാദേശിക സമിതി ചിത്താരി കടപ്പുറം, പിന്നെ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി, മൂന്നാമത് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ചിത്താരി കടപ്പുറം പ്രാദേശിക സമിതി. ഇങ്ങനെ 3 പ്രാദേശിക സമിതി ഒത്തുചേർന്ന് ഇതിന് ഫണ്ട് കണ്ടെത്തിയിട്ട് ഇതിന്റെ പ്രവർത്തനം തുടങ്ങി. അവിടുന്ന് എല്ലാവരെയും ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടേന്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചു. ഇതിന്റെ പേരിൽ ആ ദുരിതങ്ങൾ അനുഭവിച്ച സേവനം ചെയ്തു ഒരുപാട് ആൾ. നമ്മുടെ ചിത്താരി കടപ്പുറം ശ്രീ കളരി ഭഗവതി ആഞ്ജനേയ മഠം അതിന്റെ പ്രതിഷ്ഠാ ദിനം 2013 ജനുവരി 16, 17, 18 തീയതികളിലാണ്. മകരം 2, 3, 4. അപ്പോൾ ഇതിനകത്തുള്ള പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ കളരി ഭഗവതി, ശ്രീകോവിലിനകത്താണ് ശ്രീ കളരി ഭഗവതി. അതിൽ ഗുരുവും ശ്രീ കളരി ഭഗവതിയും ആണ് ശ്രീകോവിലിനകത്ത്. പിന്നെ പുറത്ത് ആഞ്ജനേയ സ്വാമി ചരപ്രതിഷ്ഠയാണ്, ഫോട്ടോ പ്രതിഷ്ഠയാണ്. ആഞ്ജനേയ സ്വാമിക്ക് ഫോട്ടോ പ്രതിഷ്ഠ, അതുകൊണ്ടാണ് ഇത് മഠം എന്നുള്ള പേര് വന്നത്. ദേവിക്ക് ശ്രീകോവിൽ തന്നെയാണ്, ക്ഷേത്രമാണ്. ശരിക്കും അന്നുള്ള ആ രാശിക്കാരുടെ ചെറിയൊരു ആശയത്തിന്റെ അവരെ ഉള്ളൊരു നിസ്സാര ഒരു പ്രശ്നത്തിന്റെ കയ്യിലാണ് ഇതിങ്ങനെ മഠം എന്നുള്ള പേര് വരാൻ കാരണം. അപ്പൊ അത് അന്ന് തന്നെ അത് പരിഹരിച്ച് ഒരു ക്ഷേത്രം തന്നെ ആക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഉത്സവത്തിന് ഒരുപാട് ജനങ്ങൾ പുറം നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും സജീവമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മാസത്തിലുള്ള പൂജക്ക് ഇപ്പോൾ അന്നദാനം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അതിന് മുമ്പേയും നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടത്തേക്ക് വരുന്നുള്ളത്. അതോടൊപ്പം നമ്മുടെ ഈ അമ്പലം 2010 തുടങ്ങിയതെങ്കിലും ആ സമയത്ത് നമുക്ക് ഈ പ്രദേശത്ത് റോഡ് ഉണ്ടായിരുന്നില്ല. നടന്നു വേണം, ചേറ്റുകൊണ്ടുവന്ന് ബസ് ഇറങ്ങിയിട്ട് നടന്നു വേണം ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രാശി വെക്കുന്ന സമയത്ത് സ്വർണ്ണ പ്രശ്നത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഇതിന്റെ മുമ്പിൽ കൂടി ഒരു രാജവീതി വരുന്നുണ്ടെന്ന്. അന്നതാരും അത്ര കാര്യമാക്കിയിട്ട് അത് രാജവീതി എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ റോഡ് വരുന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ റോഡ് ആരും എങ്ങനെ ഒരു റെയിൽവേ ഗേറ്റ് കടക്കുകയാണെങ്കിൽ അത് കോടികൾ തന്നെ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു റെയിൽവേ ഗേറ്റ് പാസ്സാവുള്ളൂ. പക്ഷെ നമ്മൾ തുടങ്ങി ആ പ്രശ്നചിന്തകൻ പറഞ്ഞത് പ്രകാരം നമുക്ക് ഈ ക്ഷേത്രം കെട്ടാനുള്ള അവസരമാകുമ്പോഴത്തേക്ക് റോഡ് വന്നു. പക്ഷെ ആദ്യത്തെ ഇതിന് കുറ്റിയടിച്ചതിന് ശേഷം ആദ്യത്തെ അടിത്തറക്ക് വേണ്ടിയിട്ടില്ല 500 കഷ്ണ കല്ല് നമുക്ക് പണ്ട് എല്ലാവരും എങ്ങനെയാണ് ഇവിടെ വീട് കെട്ടിയത്? തോണിയിൽ കൂടി കല്ല് ചേറ്റുകൊണ്ടുവന്ന് തോണിയിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് തലച്ചുമടായിട്ട് ഇവിടത്തേക്ക് കൊണ്ട് ആ 500 കഷ്ണം കല്ല് ഇതിന് തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ തറയിൽ അടിയിലുള്ളത്. പക്ഷെ അതിനുശേഷം നമുക്ക് ദൈവസഹായം, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ റോഡ് വരികയും എല്ലാ സാധനങ്ങളും നമുക്ക് റോഡ് മാർഗ്ഗം ഇവിടെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഭഗവാന്റെയും ദേവിയുടെയും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ അതോടൊപ്പം നമ്മുടെ ഉത്സവ സമയത്ത് നമ്മുടെ ഒരു മതസൗഹാർദ്ദം എന്ന് തന്നെ പറയാം. നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ നമ്മൾ എല്ലായിടത്തും ലെറ്റർ കൊടുക്കും, എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ആരാധനാലയം തന്നെയാണതും. മറ്റു സമുദായക്കാരാണെങ്കിലും നമുക്ക് ആരാധനാലയം എല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ അവർക്കും ലെറ്റർ കൊടുക്കും. അവരും ഉത്സവ സമയത്ത് ഇവിടെ വരികയും നമ്മുടെ സൽക്കാരം സ്വീകരിക്കും, ഉത്സവത്തോട് സഹകരിക്കുകയും ചെയ്യുന്നൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് വർഷം തോറും. ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഉത്സവ ദിവസങ്ങളിൽ ഓരോ പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രയും അതോടൊപ്പം ബാക്കി എല്ലാ അവരുടെ സഹകരണവും ഉണ്ടാവാറുണ്ട്.
പിന്നെ ഉത്സവങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട് ഇവിടെ രാത്രികളിലും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം പ്രോത്സാഹനം എന്ന നിലയിൽ കുട്ടികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും മറ്റും നടക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടിന് മൊത്തം ഒരു വിളക്കായി തന്നെ ഈ ക്ഷേത്രം ശോഭിക്കുക. ആദ്യം തുടങ്ങിയത് തന്നെ ഇവിടെ കളരി പണ്ട് ഒരുപാട് ഈ ചിത്താരി കടപ്പുറത്തെ ആള് മാത്രമല്ല, ചേറ്റുകുണ്ട്, ചിത്താരി, ഇത് അക്കരയുള്ള ചിത്താരി ജനങ്ങളെ കുറവ്. ഇവിടെ ആകെ ഒരു 100 വർഷം ആയിട്ടുണ്ടാവില്ല ഈ നാടുണ്ടായിട്ട് തന്നെ, അത്രയിലായിട്ടുണ്ടാവും. ഇത് അഴിമുഖം, ഈ അഴി അതിലൂടെ ഉണ്ടായിരുന്നത്. നേരെ പുഴ നേരെ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായത്. പിന്നെ മണ്ണ് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടിയാണ് ഈ പ്രദേശം ഉണ്ടായത് തന്നെ. അതിനുശേഷം ആൾക്കാർ പൂച്ചക്കാട് നിന്നും ചിത്താരി ഭാഗത്തു നിന്നും കുളവേൽ ഭാഗത്തു നിന്നും കുടിയേറി പാർത്തിട്ടാണ് ഈ ചിത്താരി കടപ്പുറത്തിലെ ജനങ്ങൾ. അപ്പോൾ അതാണ് ഇതിന്റെ പകുതി പാലക്കുന്ന് കഴകത്തിൽ പെടുന്നതും ബാക്കി ഭാഗം ചാമുണ്ടിക്കുന്ന് പെടുന്നതും കുറച്ചാൾക്ക് അങ്ങനെ വരുന്നവർ കുറുമ്പയിൽ പെടുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് 3 കഴകങ്ങൾ എന്റെ പ്രദേശത്ത് വരാൻ എല്ലാ കാരണം മെയിനായിട്ടില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ അതിനുശേഷമാണ് കുറച്ചാളുകളുടെ വരികയും വടകരയിലെ ഒരു ഉണ്ണിക്കുരുക്കൾ വരികയും അയാളുടെ ഒരു കളരി തുടങ്ങണമെന്നില്ലാകുമ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. അയാൾ പകുതിയാക്കുമ്പോൾ പോയി. അതിനുശേഷം കൂട്ടിക്കുളത്തിലെ കിട്ടൻ കുരുക്കൾ വന്നു. എല്ലാവരും അരയ സമുദായത്തിൽപ്പെട്ടവരാണ്, അതായത് സമുദായത്തിൽപ്പെട്ടവർ. അത് കളി പക്ഷെ കളിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നത് എല്ലാവരും ഒരു സമുദായത്തിന് മാത്രമല്ല, ഈ നാട്ടിലെ മൊത്തം ആൾക്കാർക്ക് പിന്നെ എല്ലാവരും സഹകരിച്ചുകൊണ്ട്. അത് ഇന്ന സമുദായം, ഇത് പൊതുക്ഷേത്രമാണ്. ആർക്കും ഇതിന് അവകാശം പറയാനില്ല. എല്ലാവർക്കും ഒരു കൂട്ടു ഉത്തരവാദിത്തമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിനെല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. തടി കൊണ്ട് എന്തെല്ലാം കഴിയുന്നോ അതെല്ലാം ചെയ്തു ഇടത്തേക്ക് എത്തി. അങ്ങനെ 2010 തുടങ്ങി 13 പ്രതിഷ്ഠ, ഇത് നവീകരണം കഴിഞ്ഞു. പ്രതിഷ്ഠ ബ്രഹ്മകലശം നടന്നു. മകരം 2, 3, 4 3 ദിവസം. അങ്ങനെ 3 ദിവസം ഈ പരിപാടി ഗംഭീരമായിട്ട് നടന്നു. അതിൽ എല്ലാ ഭാഗത്തുനിന്നും ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു അന്ന് ഇവിടെ ആദ്യത്തത്. പിന്നീടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് തന്നെ. പ്രതിഷ്ഠാ ദിനം എല്ലാ വർഷവും കഴിയും. പിന്നെ ഇവിടുത്തെ നിത്യനിദാനം എന്ന് പറഞ്ഞാൽ നിത്യ ദീപം ഒന്ന്, പിന്നെ സംക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ സംക്രമം കഴിക്കും. അത് നമ്മൾ ഇടുത്തവരെന്നെ ഇവർ വിളക്ക് വെക്കുന്ന പൂജാരിമാർ, ഇവർ 4 ആളുണ്ട്. ഒന്ന് വാസു എന്ന് പറഞ്ഞിട്ട് രാവണിച്ച, മുമ്പ് ഇപ്പൊ രാവണീശം പോയെങ്കിലും സംക്രമം കഴിക്കുന്ന ഓറ്, ബാക്കി ഇവർ കഴിക്കുന്നത്. അന്ന് സംക്രമത്തിൻ്റെ അന്ന് ഭജനമുണ്ട് രാത്രി. അങ്ങനെ ഭജനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ശനിയാഴ്ച, സംക്രമം കഴിഞ്ഞ ആദ്യത്തെ ശനിയാഴ്ച പൂജ, അത് തന്ത്രീശ്വരം വന്നിട്ട് കഴിക്കും. തന്ത്രീശ്വരം വന്നിട്ട് കഴിച്ചാൽ ബാരിക്കാട്ട് സുബ്രഹ്മണ്യ തായർ നേതൃത്വത്തിൽ പിന്നെ പൂജ കഴിക്കും. പൂജ കഴിച്ച് നമ്മൾ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ തുടങ്ങിയതിന് ശേഷം, ഈ ക്ഷേത്രം തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒരു ദുരന്തോ പ്രകൃതിക്ഷോഭോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പേ കടലാക്രമണം എല്ലാ വർഷവും ഉണ്ടാവും. ഇത് തുടങ്ങിയതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടോ കാര്യമോ കടൽക്ഷോഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാം നല്ല രീതിയിൽ എല്ലാവരും നല്ല ഉഷാറോടെ, പഴയ കാലത്തെ ജീവിതമെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ ഗുണം ഈടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത്ര അനുഗ്രഹമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇത് തുടങ്ങി വെച്ചിട്ട് ഞങ്ങൾ ഓരോ വർഷങ്ങളും ഓരോന്നും ഞങ്ങൾ പുതിയത് വരുന്നത്. നമ്മൾ ആദ്യമൊന്നും ഈ ഇപ്പോൾ ഇവിടെന്ന് പറഞ്ഞാൽ 2-3 വർഷമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളുണ്ടല്ലോ, ഏറ്റവും ഉന്നത മാർക്ക് നേടിയവർക്കാണ് നമുക്ക് കൊടുത്തോണ്ടായി അതാദ്യം. പിന്നെ അത് പറഞ്ഞു പാസ്സായവർക്കെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ചിരുത്തി ഒരു മൂവ്മെന്റ് കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ തുടങ്ങി. അതും വിജയിച്ചു. ഈ ഉത്സവത്തിനാണ് അത് 3 പ്രാദേശിക മതിയും കൂടിയിട്ട് അത് ഈ ഉത്സവത്തിന്, ഈ വർഷത്തിൽ വരുന്ന ഉത്സവത്തിന്. അത് കഴിഞ്ഞു ക്ഷേത്രം കുറെ ആൾക്കാരുണ്ടാണ്. നല്ല ആൾക്കാർ, നല്ല സംസാരം. പിന്നെ ഇവര് ഈ ഉത്സവം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ തുടക്ക ദിവസം ഈ 3 പ്രാദേശിക മതിയും കലവറ ഉണ്ട്. ആ കലവറ നടക്കുന്ന വസ്തു, പിന്നെ ഓരോരാളൊരു സ്പോൺസർ, അന്നദാനത്തിന്റെ സ്പോൺസർ, അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടും. അതായത് അതിന്റെ പേരിൽ നല്ലൊരു 1-1.5 ലക്ഷത്തോളം നമുക്ക് ഒരു വർഷം മെച്ചമുണ്ടാകും. ആ മെച്ചത്തോടാണ് ബാക്കിയുള്ള ദിവസം നമുക്ക് പോകേണ്ടത്. സംക്രമത്തിന്റെ 2 നേരം വരണം, രാവിലെ വരണം. അതേമാതിരി പൂജ 2 നേരം വരണം, രാവിലെ വരണം. പൂജ വരണം, സംഘത്തിന് വരണം 2 നേരം. രാവിലെ പൂജ 12 മണിക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. പിന്നെ 5 മണിക്ക് ഞങ്ങൾ തിരിച്ചു വരണം. രാവിലെ നല്ല ഫുൾ ടൈം വരണം. സംഘത്തിന് രാവിലെ വരണം. ഈ പൂജ സംക്രമം കഴിഞ്ഞ് ഒരു മാസം 1 മാത്രം, ഒരു പൂജ മാത്രം. എല്ലാ മാസം വേറൊന്നും വിശേഷ പരിപാടിയൊന്നുമില്ല. പിന്നെ വിഷുവിന്റെ ഓണത്തിന് വിഷു കഴിവെക്കൽ കഴിയുണ്ട്, അപ്പം കൊടുക്കും.
എൻ്റെ പേര് നാരായണ. വേണം. നിങ്ങൾ പറഞ്ഞാലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ നല്ല മത്സ്യക്കറിയാണ്. പുള്ളിയുടെ നിങ്ങൾക്ക് ഈ അമ്പലത്തിന് ഇതുള്ളത് കൊണ്ട് മത്സ്യത്തിന് ഞങ്ങൾക്കൊരു എടുത്തോളം ഈ ഭഗവാൻ ഇഷ്ടം മുതൽ. ഈ അമ്പലം വന്ന ശേഷം കൂടുതലായിട്ട് മത്സ്യങ്ങൾ കിട്ടുന്നുണ്ടാവല്ലേ? മോശമൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു ഭഗവാന്റെ ഉണ്ട്. കടലക്ഷി ഇത്ര അടുത്തില്ലേ? മുമ്പ് ലോങ് ഉണ്ടായതാണോ ഇപ്പൊ അടുത്ത്? ഒരുപാട് അതായത് ഈ അമ്പലം തുടങ്ങി കിട്ടിയതിന് ദിവസം ഈ കടയിൽ ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ടല്ലാതെ സ്ഥലവും കൂടുതൽ അങ്ങോട്ട് പോയല്ലോ. 13 വർഷം മുമ്പ് 13 വർഷം മുമ്പ് കുറെ വർഷം മുമ്പ് ഈ കര വരെ വന്നില്ല, ഇവിടേക്ക് വന്നില്ലേ. മുമ്പെല്ലാം കണ്ടില്ലേ കടൽക്ഷോഭം മറ്റോ അതിന് ശേഷം ഇല്ല. അതായത് ഇത് തുടങ്ങിയതിന് ശേഷം വീട് തുടങ്ങാൻ കണ്ടില്ല. ഇപ്പൊ ഈ പ്രാവശ്യം കണ്ടില്ല. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പ്രശ്നം നടക്കും. ബാക്കിയെല്ലാം നടന്നത് ഇവിടെ അത് എടുത്തു തുടങ്ങിയില്ല. ഇതേമാതിരി ഈ അമ്പലം വരുന്നതിന് മുമ്പേ നിങ്ങളെല്ലാം ഇവിടെ കളിച്ചാറല്ലേ? കളരികളിൽ മറ്റും പങ്കെടുത്തിട്ടുണ്ടോ? കളരിയിൽ പങ്കെടുത്തില്ല. അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കും പുറത്തുനിന്ന് ചെറ്റാട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പം നോക്കി ഇങ്ങനെ ഗ്രൗണ്ടിലോ വല കുറച്ചിട്ടും ചെയ്തതാ? ആർക്കാണോ എനിക്കറിയില്ല. നമ്മളെല്ലാം അതിന്റെ കുഞ്ഞിനെ കുറച്ച് വലുതെല്ലാം തോന്നുന്നു. അപ്പൊ ഈ ചെറ്റങ്ങൾ തുറച്ച് വെക്കുന്നു. അപ്പൊ നമ്മൾ പയ്യൻ ഇത് അഭ്യസിക്കുന്നത് അല്ല പുറത്തെ ആൾക്കാരാ? നാട്ടുകാരനെ യുവാക്കളാണ് 4 ഭാഗത്ത് വരും. പ്രായമില്ല എല്ലാ യുവാക്കളും അന്ന് കളിച്ചു. അത് അന്ന് ഇവിടെ ചേർന്നില്ല. ചേരണമെങ്കിൽ എന്തെങ്കിലും ഉപാധി അങ്ങനെയുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ആർക്കും നമ്മളോട് ചെയ്യുന്നില്ല. അങ്ങനെ വൈ ഏകദേശം അന്നത്തെ യുവാക്കന്മാര് എല്ലാം ഏകദേശം കളിച്ചാൽ തോന്നുന്നു. അങ്ങനെ ആ ചെറുപ്പത്തിന്റെ ഓർമ്മയുണ്ട്. ഇതേ സ്ഥലത്തുണ്ടായിരുന്നു. ഇതേ കുഴപ്പമില്ല. ഇപ്പൊ റോഡ് വന്ന അതിന്റെ അതേ സ്ഥലത്താണ്. ഇതേ സ്ഥലത്ത് നിങ്ങൾ മൂന്നുപേരും ഇതിന്റെ വെളുക്കൊക്കെ നോക്കാം. ഞങ്ങൾ കഴിഞ്ഞത്ര നിങ്ങൾ 3 ആൾക്കാരും സ്ഥിരമായിട്ട് അതായത് സമയത്തില് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നിസ്വാർത്ഥ സേവനാണ്. പൂജാരിമാർക്ക് എന്തുമില്ല. നമ്മളിപ്പോൾ അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ പൂജത്തെ ദിവസം ഒരു ചായ പൈസ എന്നുള്ളതിന് 300 രൂപ കൊടുക്കും. പിന്നെ ഉത്സവത്തിനും ഓണം വിഷു ഇതിനൊരു ദക്ഷിണ കൊടുക്കും. അവർക്ക് ഒരു നല്ലൊരു തുകയും മുണ്ടും അത് കൊടുക്കും. അങ്ങനെ ബാക്കി സേവനമാണ് മുഴുവൻ ചെയ്യുന്നത്. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ 5 മണിക്കേ വരും. ദീപം വെക്കുന്നവരെ ഇവിടെ ഇരുന്ന് ഈ ഇതുമാതിരി ഈ കർക്കിടക മാസത്തിൽ രാമായണം വെച്ച് ബാക്കി ദിവസങ്ങളിൽ പാട്ടും വെച്ചിട്ട് അവർ മുമ്പോട്ട് 3 ആളും വരും. അല്ല സംക്രമത്തിന് 4 ആളുണ്ടാവും. സംക്രമത്തിന് ഡെയിലി വരുമോ? ഡെയിലി വരണം. ഡെയിലി നിത്യദേവം, പിന്നെ നിത്യദീപം. അത് കഴിഞ്ഞ് നിത്യദീപം, പിന്നെ സംക്രമം കഴിഞ്ഞു, ഭജന കഴിഞ്ഞു, പിന്നെ നിറയുണ്ട്. നിറ കഴിഞ്ഞാൽ അത് പുത്രാള നാളിനാണ് നിറ. പിന്നെ ത്രാപ്പത്ത് അന്ന് പുത്തരി, ത്രാപ്പത്തും പുത്തരി ഒന്നിച്ച് കഴിക്കും. അത് പുതിയ നെല്ലിന്റെ അവല് കൊണ്ടുവന്നിട്ട് വിളമ്പും. അതാണ് പുത്തരി. വേറെ അതിൽ പ്രത്യേകത ഒന്നുമില്ല. ഇങ്ങനെ ഉത്സവം. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത ഒരു കഴിഞ്ഞ ജനുവരിക്ക് ശേഷം പ്രതിഷ്ഠാദിനം ജനുവരിയിലാണ്. ജനുവരി 16, 17, 18 മകരം 2, 3, 4. അപ്പൊ ആ കഴിഞ്ഞ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തിലെ പൂജക്ക് അന്നപ്രസാദം വിതരണം ചെയ്യുന്നത്. അത് നമ്മൾ തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ച് ഇന്നവരെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പൈസ എടുത്തിട്ട് നമുക്ക് അന്നദാനം കൊടുക്കേണ്ടി വന്നില്ല. ഓരോരാളും സ്പോൺസറായിട്ട് വരുന്നു. ഇപ്പൊ അടുത്ത മാസം വരെ ഉണ്ട്. 3 മാസത്തേക്ക് ഇപ്പോ സ്പോൺസർ ആയിട്ടുണ്ട്. അപ്പൊ അത്ര നല്ല ഒരു ശക്തിയുള്ള ഒരു ദേവനാണ് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അത്രയും ഭംഗി, അത്രയും അനുഗ്രഹം ഈ നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നതിന്റെ ഗുണമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. സെക്രട്ടറി അഖിൽ, ഞാൻ ട്രഷറർ, ഞാൻ പ്രസിഡന്റ് രാജൻ. ഒരു വർഷമായിട്ട് ഇത് 4ാമത്തെ വർഷം. നല്ല വർഷത്തിന് സെക്രട്ടറി. ഇവിടെ അമ്പലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് രീതിയിൽ കിട്ടുന്നുണ്ട് അങ്ങനെ അമ്പലത്തിന്റെ ഭാഗമായിട്ട് സന്തോഷം? വളരെ സന്തോഷം. പ്രവർത്തിക്കുന്ന സന്തോഷം തന്നെയാണ്. നമ്മ ഉത്സവ സമയത്ത് ഫുൾ ടൈമും എല്ലാവരും ഇവിടെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കും. നല്ല ഇതാണ്. പിന്നെ ഉത്സവ സമയത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും വന്ന് എല്ലാവരും സഹകരിക്കും. ഉത്സവം നല്ല വിജയമായി ആഘോഷിക്കും. തൊട്ടടുത്ത് ഇപ്പൊ അടുത്ത ശാഖര വന്നിട്ടില്ലേ? ഇപ്പൊ അടുത്തായിട്ട് വന്നില്ല. ഒരു
കിട്ടുന്ന സമയത്ത് വന്നു. ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. വന്നാലും നമുക്ക് പ്രത്യേകിച്ച് അവര് വീട്ടിലേക്ക് പോകുന്ന മീനെല്ലാം തരും. നമുക്ക് അതിന് നല്ല വരുമാനം ഉണ്ടായി ആ സമയത്ത്. 2 ലക്ഷം ചാകര വന്നിട്ടുണ്ടായി. ഇപ്പൊ കുറെ കാലമായിട്ട് ഇല്ല. ഇപ്പൊ പിന്നെ അങ്ങോട്ടും അതപ്പുറന്നല്ലേ. പിന്നെ വന്നിട്ടില്ല അങ്ങോട്ട്. ഇതിപ്പോ ഇവിടെ പരിപാടി നടക്കുന്ന വെച്ചെങ്കില് ആണ് ജനുവരി 16, 17, 18 മകരം 2, 3, 4 ഇത് മൊത്തം അല്ല 3 കഴകല്ലേ? 3 കഴകത്തില് നമ്മുടെ നാട്ടുകാർ മൊത്തം. അതായത് റെയിൽവേ ഗേറ്റിന് റെയിൽവേ ട്രാക്കിന് പടിഞ്ഞാറ് ഭാഗത്തും അഴിമുഖത്ത് ക്ഷേത്രത്തിന്റെ പരിധി നമ്മളെ സഹകരിക്കുന്നില്ല. പ്രാദേശിക സമിതികൾ ഉണ്ടാവും. പക്ഷെ അവര് ബാക്കിയില്ലാത്ത സാഹചര്യം നമുക്ക് ക്ഷേത്രത്തിന്റെ പരിധി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിർബന്ധ പിരിവ് നമുക്ക് വീട്ടുപിരിവുണ്ട്. വർഷത്തേക്ക് ഒരുക്ക തരണം എന്നുള്ളതുണ്ട്. പുരുഷന്മാർക്ക് 400, സ്ത്രീകൾക്ക് 300 ആയിട്ടില്ല. ഞങ്ങളൊരു വീട്ടില് അത്ര വീട്ടിൽ ഞങ്ങൾ എടുക്കും. ഒരാളെ ഇത് പുരുഷന്മാർക്ക് 400, സ്ത്രീകൾക്ക് 300. നമ്മൾ ഇങ്ങനെ ക്ഷേത്രം അങ്ങനല്ല കാസർഗോഡ് ജില്ലയിലോ എവിടെയും ഉണ്ട് അങ്ങനെ ബേക്കൽ കോട്ട നമ്മളാകെ 13 വർഷത്തിലായിട്ടില്ല. മുമ്പേ ഉണ്ടായത് പറഞ്ഞത്. പക്ഷെ കളരി പുനഃസ്ഥാപിക്കൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അത്. അതുകൊണ്ട് അതിന് മെനക്കെട്ടില്ല. ഈ നമ്മളെ ബേക്കൽ ഫോർട്ടിന കുമ്പള അതിലല്ലേ? കുമ്പളുണ്ട്. ഇത് 3 വരെ പ്രതിഷ്ഠ ഒരു ഹനുമാന്റെ ഒരു പവർ ശക്തിയോട് കൂടിയിട്ട് അത് ഇങ്ങനെയുള്ള ഒരു ഗതയും ഇതും പിടിച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് ആ അന്നത്തെ രാശിക്കാരന്റെ അവര് രാശി വെച്ച് അവരെ കണ്ടത് പ്രകാരം ചെയ്ത ഒരു കാഴ്ചപ്പാടാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് കലണ്ടർ ഈ ഫോട്ടോ കാണാൻ പറ്റില്ല. നിങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ട് അതിന്റെ പ്രതിഷ്ഠയുടെ ചിത്രീകരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതായത് 2013 പ്രതിഷ്ഠാ ബ്രഹ്മകലശം കഴിഞ്ഞു. ഇപ്പോൾ 2026 13 വർഷമായി ബ്രഹ്മകലശം കഴിഞ്ഞിട്ട് 10 നമ്മൾ തുടങ്ങിയത്. മൊത്തം കൂട്ടുമ്പോൾ 16 വർഷം ആയിട്ട്. അതിന് മുമ്പ് ക്ഷേത്രം ഉണ്ടോ അതോ? ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് കളരിയുടെ ഒരു കളരി മാത്രം ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് കളരി കെട്ടിയിട്ട് പിന്നെ ഒന്നും ഇല്ലാണ്. ആ കളരി കഴിഞ്ഞിട്ട് അത് പോയി. ഒരു ഫോട്ടോ ഉണ്ടായിനി. ആഞ്ജനേയന്റെ ഫോട്ടോ വെക്കും, കളരിനെ ആരാധിക്കും. അപ്പോ അന്ന് ദീപം വെച്ചുണ്ടായിനി. ആ ദീപം വെച്ചതാണ് രണ്ടാമത് ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. അത് നശിച്ചു പോയി. അതെല്ലാം നശിച്ചു പോയി. അപ്പോ അത് എന്ന് പറഞ്ഞാല് ഈയിടയിലെ ഒരു ശേഖരൻ കുടുംബമാണ് ഉണ്ടായത്. അപ്പൊ അവര് ഇളച്ചൻ അപ്പോ ഓരെന്ന് പറഞ്ഞാല് അവർക്ക് 15 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ 15 സെന്റ് സ്ഥലം ഇടത്തേക്ക് തരികയും അതിന് പകരം അവർക്ക് 10 സെന്റ് സ്ഥലം മറ്റു സ്ഥലത്ത് വാങ്ങി കൊടുത്തിട്ട് അവിടെ അവർ കുടിയിരുത്തി. ഇതിനെക്കാളും വില കൊടുപ്പില്ല, ഇവിടെ വിലയില്ല. അങ്ങനെ 10 സെന്റ് അവർക്ക് വാങ്ങി കൊടുത്തു. ഇപ്പൊ എന്ന് പറഞ്ഞാല് രണ്ടാമത് ഒരു കുട്ടിയൻ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ കുട്ടിയൻ്റെ മറ്റേ വീടുണ്ടായത്. അവര് സെക്രട്ടറി രവീന്ദ്രനെ അച്ഛൻ. അപ്പൊ അവരിപ്പോ ഇവിടുന്ന് കാലക്രമേണ മറ്റേടത്തെല്ലാം പോയി. ഇപ്പൊ അതിന്റെ ആ സ്ഥലം നമ്മൾ ഇവിടത്തേക്ക് വില കൊടുത്ത് വാങ്ങിയിട്ട് അതിന്റെ ഇപ്പോ പ്രാരംഭ പ്രവർത്തനം പ്രതിഷ്ഠ മഹോത്സവം ഇത് നവീകരണം നടക്കുമ്പോൾ ഇത് മാത്രമേ ഉണ്ടായിട്ടും ശ്രീകോവിൽ. നമ്മൾ ആദ്യം മഠം എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ പ്രതീതി തന്നെ ആയി. ആദ്യം മഠം കളരി ഭഗവതി ആഞ്ജനേയ ചിത്താരി കടപ്പുറം ശ്രീ കളരി ഭഗവതി ആഞ്ജനേയ മഠം. മഠമല്ല, ഇപ്പൊ ക്ഷേത്രമായിട്ട് തന്നെ. അതെ, അത് അന്ന് രാശിയിൽ കണ്ടത് ഈ പേര് മതി. അങ്ങനെയാണ് രാശിയിൽ കണ്ടത്. ഇപ്പൊ അത് ക്ഷേത്രമായിട്ട് മാറി. ഉത്സവം ഈ ക്ഷേത്രത്തിലെ പ്രാദേശിക സമിതിയിൽ നമ്മൾ കത്ത് കൊടുത്താൽ അടുത്ത ആചാരസ്ഥാനികന്മാരും കമ്മിറ്റിയും വരും ഉത്സവത്തിന്. അവർ വന്നിട്ട് പോകും. അതേപോലെ തന്നെ 3 പ്രാദേശിക സമിതിയിൽ കലവറയും കാര്യം കൊണ്ടുവരും. എല്ലാവരും സഹകരിച്ച് എടുത്ത് വിജയിക്കും. പിന്നെ ഉത്സവത്തിന് എല്ലാ ദിവസവും ഭജന ഓരോ പ്രദേശത്തു നിന്ന് വരും. ഇവിടുത്തെ ഭജനയുമുണ്ട്. എല്ലാ ദിവസവും 3 ദിവസം ഭജന ഉണ്ടാവും. അങ്ങനെ ഒരു ഭക്തിശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം ഇന്ന് നടന്നു പോകുന്നത്. ഇപ്പോൾ മുമ്പേ ഇതൊന്നും ഉണ്ടായിട്ട്. അപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞ ശേഷം ഒരു 6 ലക്ഷത്തോളം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ ഓഫീസ് കെട്ടിയത്. അപ്പോൾ ഒരു 3 സെന്റ് സ്ഥലം വേണം അവിടെ. 1 സെന്റ് ഈ കുട്ടിയൻ്റെ അവർ ഫ്രീ തന്നു. 2 സെന്റ് വില കൊടുത്ത് വാങ്ങിച്ച് ബാക്കി അങ്ങനെ ഓഫീസ് കെട്ടിയത്. അതിനുശേഷം 17 സെന്റ് അവരുടെ അടുത്ത് നിന്ന് വിലക്കെടുത്തിട്ടാണ് ഇവിടെ തന്ത്രീശ്വരന്മാർക്ക് വന്നാൽ ശൗചാലയം കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ അവരോട് വാങ്ങിച്ച് ഇപ്പോൾ ശൗചാലയം കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇവിടത്തേക്ക് ഭഗവാന്റെ നല്ലതുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ഇവിടത്തേക്ക് എത്തി. ഇനി ഭാവിയിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് നല്ല ഇതിൽ വരട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
കാര്യങ്ങൾ പറഞ്ഞു. പൂജാരിമാർ 3 ആൾ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു. അതേപോലെ തന്നെ 3 സഹോദരിമാർ ഇവിടെ അടിച്ചു തെളിയിൽ, അതായത് പൂജയ്ക്ക് വേണ്ടുന്ന സാധനം, സംക്രമത്തിന് കൊണ്ടുവരുന്ന നിവേദിക്കേണ്ട സാധനം, പൂജയ്ക്ക് നിവേദിക്കേണ്ട സാധനം ചേറി പിറക്കി എല്ലാം ഒരുക്കി വെക്കും. പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പം പറിച്ചു വെക്കും. ഇവിടുത്തെ മുഴുവൻ പൂജാപാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു. അവർക്കും ഒന്നും കൊടുക്കുന്നില്ല. ഉത്സവ സമയത്തിൽ ചെറിയൊരു ഓരോരുത്തർക്ക് സാരിയും നൽകും. അതുപോലെ തന്നെ വിഷുവിനും ഓണത്തിനും അവർക്ക് കൊടുക്കും. 2 ആളെ പേര് രാധാണ്, ഒരാളെ പേര് സാവിത്രി, 3 പേര്. വളരെ മികച്ച രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ അഥവാ ഈ മഠത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഇതിൻ്റെ ഭാരവാഹികൾ മികച്ച രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. വളരെ നന്ദിയുണ്ട് ഇതിൻ്റെ കമ്മിറ്റിക്കാരോടും ഇതിൻ്റെ ഭാരവാഹികളോടും. വേറൊന്നുമല്ല, നമ്മളവിടെ പോയിട്ടാകുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ അവരവിടെ സ്വീകരിച്ചു. നമുക്ക് നല്ല സ്നേഹത്തോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളെ അവിടെ പോയിട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവിടെ പൂജ കഴിക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ ചുറ്റുള്ള നാട്ടുകാരായാലും എല്ലാം മുമ്പേ നമുക്ക് അറിഞ്ഞവരാണ്. എന്നാൽ കൂടി അവരെ ആ സ്നേഹം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മളൊരു യാത്ര അയക്കുമ്പോഴും വളരെ സ്നേഹത്തോടെയാണ് നമ്മളെ കൂടെ നിന്നുണ്ടായിന് അവർ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് വൈകിനി, എന്നാൽ കൂടി അതിൻ്റെ ആൾക്കാർ അവരെ പരിപാടി മാറ്റി വെച്ച് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾ പോയ ശേഷമാണ് അവർ അവിടെ നിന്ന് പോയത്. അത് നല്ലൊരു സന്തോഷമുള്ള സംഭവം തന്നെയാണ്. പിന്നെ എനിക്ക് ഇതിൽ കുറച്ചൊക്കെ നന്ദി പറയാനുണ്ട്. ആദ്യമായി നന്ദി പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ അഥവാ മഠത്തിൻ്റെ ഭാരവാഹികളോടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ദൃശ്യ പ്രമോദിനോടാണ്. പിന്നെ വേറെ സുഹൃത്തായ അനീഷ് ചിത്താരി ബീച്ചിലെ അനീഷ് ചേട്ടനോടാണ്. പിന്നെ പ്രിയപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മളെ പുഷ്കരോട്ടനോടാണ്. ഇതിലേറെ നന്ദി പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തും അനിയനായിട്ടുള്ള അതുലിനോടാണ്. അതിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഈ അവസരത്തിൽ അവരോടൊരു നന്ദി പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനി വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.